രാവിലെ എണീറ്റ് വന്നതേ കുറേ ലിസ്റ്റും കൊണ്ടാണ് കേട്ടോ. എന്തൊക്കെയോ വാങ്ങിത്തരണം എന്ന് പറഞ്ഞ ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോയതാണേ. അവിടെ ചെന്നപ്പോൾ ക്ലേ കണ്ടപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്ടോ. പിന്നെ ഒത്തിരി നേരം അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നേ. ആ ടൈമിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയായിരുന്നേ. പച്ചരി ആദ്യം തൂക്കുപാത്രത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ തോന്നി അതിൽ ഗോതമ്പ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. പെട്ടെന്ന് ചെള്ള് കയറുന്നതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെ ചെള്ളൊന്നും കയറില്ല കേട്ടോ. ഇന്നിപ്പോൾ അവൾ അമ്മയും ഞാൻ കുട്ടിയാണേ. എൻ്റെ മുടിയൊക്കെ കെട്ടിത്തരികയാണ് കേട്ടോ. അവൾക്ക് എൻ്റെ മുടിയിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊരു തീരുമാനമാക്കിയേ വിടുള്ളൂ കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സ്ഥിരം വരുന്ന സ്പോട്ടാണ് ഈ ചായക്കട. അവിടെ കയറി ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പലതരം ബജ്ജികളൊക്കെ അവിടെ ഉണ്ട്. നീനുട്ടി ഇതാ സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണേ. അവൾ ആദ്യമായിട്ടാണ് കേട്ടോ സ്കൂട്ടീൻ്റെ ഫ്രണ്ടിൽ നിന്ന് പോകുന്നത്. അവൾ എന്നോട് ഒരു സ്വകാര്യം പറയുകയാണേ. അതാണ് അവിടെ ഇങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. വരുന്ന വഴിക്ക് ബാർബർ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ മൊട്ടടിച്ച് വിട്ടാലോ എന്ന് പറയായിരുന്നു എന്നോട്. ഇടയ്ക്ക് ചെന്നിട്ട് ഏട്ടനോട് സൂപ്പറായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളത് അത് കൂടെ ഓടിക്കളിച്ച് നടക്കുകയാണ് കേട്ടോ. തിരക്കില്ലാത്ത ടൈമിൽ നോക്കിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. ഞങ്ങൾ അടുക്കളയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങാറ്. വർഷങ്ങളായിട്ട് ഈ കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാറ്. വീട്ടിലേക്ക് വന്ന പാടെ തന്നെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. സവാള, തക്കാളി, ചെറിയുള്ളി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അത് കവറിൽ തന്നെ ഇട്ട് വെച്ച ചീത്തയാവുമോയെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തക്കാളിയൊക്കെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ പാർട്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അത് കറിയൊക്കെ വെച്ചിട്ട് നീനുമൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.